ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി എല്ലാവരും വഴക്ക് പറയും അവിടെ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ. അപ്പോൾ എന്തിനാണ് വഴക്കുണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ സച്ചി ഈ വിവരം പറയും. അപ്പോൾ ഇത് അശോകേട്ടൻ കേട്ടുകൊണ്ട് വന്നു. ഇത് കേട്ട അശോകേട്ടനാണെങ്കിൽ ഓടി അവരുടെ അടുത്തേക്ക് വന്നിട്ട്, നീ അവരെ തല്ലിയില്ലെങ്കിലാണ് അത്ഭുതം, അല്ലെങ്കിൽ നീ തല്ലാതിരുന്നെങ്കിലായിരുന്നു അത് തെറ്റ്. അവൻ എൻ്റെ മോളെ പറ്റി എന്താ പറഞ്ഞത്, വാടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അശോകേട്ടൻ ഇങ്ങനെ സച്ചിയുടെ കൈയും പിടിച്ചുകൊണ്ട് പോകുമ്പം, എടാ നിന്റെ മോളുടെ കല്യാണമല്ലേ ഇവിടെ നടക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന് നീ എന്നീ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അശോകേട്ടനെ വഴക്ക് പറയാം രവിയേട്ടൻ. അപ്പോൾ അങ്കിളെ ഞാൻ അവരാരും അറിയാതെ അവരെ മാറ്റി നിർത്തിയാണ് കൊടുത്തത്, വേറെ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, ഇതിൻ്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു സച്ചി. അപ്പം മിണ്ടാതിരിക്കേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അന്നേരം മകനോട് പറഞ്ഞു. അപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കാതെ അവർ നിന്നെ പുറത്തേക്ക് വിളിച്ചത് വെറുതെയാണോ, തിരിച്ചടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് സുധി പറയുമ്പം സച്ചിയെ തെറ്റു പറയാൻ പറ്റത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു. എടാ നീ അവർ വിളിച്ചെടുത്തേക്ക് പോവണ്ടെന്ന് പറഞ്ഞു. കേട്ടല്ലോ എന്ന് പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ സച്ചിയോട് പറയപ്പോൾ പോവണ്ട എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ പറയുന്നു. അവർ നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാലും നീ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മാത്രം മതിയെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. സച്ചി, ഈ വിഷയം ഇവിടെ അവസാനിച്ചു, ഇവിടെ കല്യാണം ഭംഗിയായിട്ട് നടക്കണം, അതാ വേണ്ടത്. അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമായി. ചന്ദ്രയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. വിടച്ചോക, നീ അത് വിട്ടുകള, ഇനി അതിനെക്കുറിച്ച് നീ ഓർക്കേ വേണ്ട എന്ന് പറയും. എവിടെയും സന്തോഷം കെടുത്താൻ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാകും, അതൊന്നും കാര്യമാക്കണ്ട, തന്നങ്ങോട്ട് ഇരുന്ന് പാ എന്നും പറഞ്ഞ് പിടിച്ചവിടെ ഇട്ടപ്പോൾ സച്ചി, അച്ഛൻ ഞാനിപ്പോൾ അങ്ങ് വരാവേ എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ, സച്ചി നീ ചുമ്മാ പ്രശ്നങ്ങളുണ്ടാക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ സച്ചിയോട് പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ചങ്കിടിപ്പായി. രേവതി ഓടി ചെന്നു. സച്ചിയുടെ എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അവർ വിളിച്ച സ്ഥിതിക്ക് ഞാൻ പോയിട്ട് വരാം, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് സച്ചി രേവതിയോട് പറയുമ്പം, നിങ്ങൾ ചെന്ന പ്രശ്നമാവും, അവരടിക്കും, സച്ചേട്ടൻ തിരിച്ചടിക്കും, അത് ഉറപ്പാണ്, ഈ കല്യാണം അലങ്കോലാകും, എല്ലാം കൂടി സച്ചേട്ടൻ്റെ തലയിൽ വീഴും എന്നൊക്കെ രേവതി പറയുമ്പം, ഞാൻ പോയില്ലെങ്കിലേ അവരെൻ്റെ പിന്നാലെ വീണ്ടും വരും, അത് പ്രശ്നമാകുമെന്ന് സച്ചി. അവർ പിറകെ വരാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ്, അച്ഛൻ പറഞ്ഞത് മറന്നുപോയോ, ഇവിടെ ഒരു കല്യാണം നടക്കുക, സച്ചേട്ടൻ വന്നി വാ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് പോകണം. ഈ സമയത്ത് ചെമ്പിനകത്ത് കയറിയിരിക്കുന്നത് നമ്മുടെ ബീരാനിക്ക് ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതിലൊരു പാചകക്കാരൻ ചേട്ടൻ അവിടെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കല്ലേ, ഇവനെന്താ ഇതുവരെയായിട്ട് എഴുന്നേക്കാത്ത, പെട്ടുപോലും ഞാൻ ഇതിനകത്ത്, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക് അതിനകത്ത് തന്നെ ഇരിക്കാം. എന്നാൽ ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു. ചേട്ടൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക് അതിനകത്തിരുന്ന് ശ്വാസം മുട്ടിട്ട് കൊട്ടാൻ തുടങ്ങി. അപ്പോൾ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുണ്ട് എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ചേട്ടന്മാർ വന്ന് പൊക്കി. അപ്പോൾ ബീരാനിക്ക അയ്യോ എന്നും പറഞ്ഞു ബീരാനിക്ക്, ഇയാളിതെന്താ കാണിച്ചുകൊണ്ടിരിക്കണേ, നിങ്ങളെന്തിനാ ഇതിനകത്ത് കയറി വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒളിക്കാനോ, എന്തിനു ഒളിക്കാൻ, ആരെ പേടിച്ച് വിളിക്കാൻ, പിന്നെ എന്തിനാ നിങ്ങൾ ഇതിനകത്ത് കയറിയിരുന്നത്? അതെ, ഞാൻ ഏകദേശം ഒരു 90 കിലോ വെയിറ്റ് ഉണ്ട്, 90 കിലോ മട്ടൻ ബിരിയാണി ഈ വട്ടയ്ക്കകത്ത് പാചകം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ, മട്ടന് പകരം നിങ്ങൾ കയറി കിടന്നല്ലേ? അതെ, ഓ അപാരം ബീരാനെ, എനിക്ക് നന്നായിട്ട് അറിയാലോ ബീരാനെ, ഇതിനകത്ത് കയറാനുള്ള അത്ര മണ്ടത്തരമൊന്നും ബീരാൻ കാണിക്കത്തില്ലല്ലോ, ബുദ്ധിയുള്ള മനുഷ്യനല്ലേ, എന്താ നിങ്ങൾക്ക് പറ്റിയേ അത് പറയാൻ പറഞ്ഞു ചേട്ടന്മാർ. അത് പിന്നെ അതൊന്നുമില്ല, താൻ തൻ്റെ ജോലി എടുത്തേ, എടാ ജോലി എടുക്കുക എന്നും പറഞ്ഞു ബീരാനിക്കനെ 4 പാട് നോക്കി നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ ബീരാനിക്ക് ഇങ്ങനെ വരുന്നു, നമ്മുടെ സച്ചിയും രേവതിയും അവിടെ നിൽക്കുന്നു. എൻ്റെ ദൈവമേ, സച്ചിയും രേവതിയും എനിക്ക് എവിടെയെങ്കിലും ഒന്നും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ബീരാനിക്ക് ഇത് കണ്ടതും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. നേരെ അടുക്കളയിലേക്ക് വന്നു. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നോക്കിയിരിക്കുക. സച്ചേട്ടൻ്റെ അമ്മയും ഏട്ടനും ശ്രുതിയും ഒക്കെ അത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ അവരോട് വരാമെന്ന് പറഞ്ഞതാ, ചെന്നില്ലെങ്കിൽ പേടിച്ചോടിയതുപോലെ ആവില്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പം, അവർ പ്രശ്നം ഉണ്ടാക്കാൻ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുക, നമ്മൾ അതിന് നിന്ന് കൊടുക്കരുത് സച്ചേട്ടാ, അപ്പോൾ ഇത് തല്ലി തന്നെ തീർക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ, എന്താ സച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തതെന്ന് ചോദിച്ചു. എന്തോന്ന് മനസ്സിലാക്കാൻ? അപ്പോഴേക്കും ബിരാനിക്ക് അവിടെ നിന്ന് ഇതൊക്കെ കാണും. അപ്പോൾ വേറെ എത്രയോ സ്ഥലമുണ്ട് സംസാരിക്കണം, ഇവറ്റകളെന്തിനാ ഇവിടെ തന്നെ വന്ന് സംസാരിക്കുന്നതെന്ന് ബിരാനിക്ക ചിന്തിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം തണുക്കും, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും നമുക്ക് സംസാരിപ്പിക്കാം, അതുവരെ അവരുടെ മുന്നിൽ പോയി പെടാതെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവരെ പേടിച്ച് ഒളിച്ചിരിക്കണം, അതാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് സച്ചി ചോദിക്കും. എൻ്റെ പൊന്ന് സച്ചേട്ടാ, അവരെ പേടിച്ചിട്ടല്ല, കല്യാണം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നേ, അതൊന്നും മനസ്സിലാക്കുക എൻ്റെ സച്ചേട്ടൻ. പിന്നെ കുറച്ച് സമയം ഇവരേക്ക് സഹായിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക, അവരെന്തായാലും ഇങ്ങോട്ടൊന്നും കയറി വരത്തില്ല, സച്ചേട്ടനെ കാണത്തുമില്ല, പിന്നെ കണ്ട എല്ലാ പ്രശ്നവും രേവതി എനിക്ക് ചുമ്മാ ദേഷ്യം വരുന്നുണ്ടോന്ന് പറഞ്ഞു. പ്ലീസ് സച്ചേട്ടാ, ഞാൻ പറയുന്നത് സച്ചേട്ടൻ കേൾക്കത്തില്ലേന്ന് ചോദിച്ചു രേവതി. പ്ലീസ് സച്ചേട്ടാ, പ്ലീസ് കുറച്ച് സമയം ഇവിടെ ഒന്ന് നിൽക്ക് പ്ലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. നോക്കിക്കേ, നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത്,
നോക്ക്, ഈ കല്യാണം അങ്ങനെ അലങ്കോലമായ അച്ഛനും അശോകങ്ങളിനും ഒക്കെ വിഷമാകും അവരുടെ അവസ്ഥ. അതൊന്ന് സച്ചിൻ ആലോചിച്ച് നോക്കിയേ. ആ ശരി ശരി, കുറച്ചു നേരം ഞാനിവിടെ നിൽക്കാമെന്ന് സച്ചി അന്നേരം സമ്മതിച്ചു. നീ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നി, അല്ലാണ്ട് അമ്മമാരെ പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ സച്ചേട്ടാ, അവരെന്നല്ല എനിക്ക് ആരെയും പേടിയില്ല. അങ്ങനെ സച്ചിടൻ പറയരുത്, അച്ഛനും അച്ഛമ്മയും പേടിയില്ലേ എന്ന് രേവതി ചോദിക്കുമ്പം അതുണ്ട്. അല്ല അങ്ങനെയല്ല, അത് മാത്രമല്ല വേറൊരാളെയും പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ആരെ പേടി? വേറെ ആരും എനിക്ക് പേടിയില്ല. അപ്പം സച്ചേട്ടന് എന്നെ പേടിയില്ലേ? അപ്പോഴത്തേക്കും എന്നെ പേടിയില്ലേ സച്ചേട്ടാ? അപ്പോൾ സച്ചി ഒന്ന് നീ ചെന്ന രേവതി, എൻ്റെ പൊന്നോ പൊക്കോ നല്ല വിട്ടിട്ട് അടങ്ങിയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി അവിടെ നിന്ന് പോയി. ഈ സച്ചി അന്നേരം ഒരു ചിരിയും ചിരിച്ച് ചേട്ടന്മാരുടെ അടുത്തേക്ക് ചെല്ലും. അല്ല ഇയാളെന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അല്ല ചേട്ടന്മാരെ സഹായിക്കാൻ എൻ്റെ ഭാര്യ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നതെന്ന് സച്ചി പറയാം. അപ്പോൾ വളരെ ഉപകാരം. അല്ല ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആദ്യം ആ ഇല എടുത്ത് തുടയ്ക്കും, അതിനുശേഷം പപ്പടം കാച്ചണം. അപ്പോൾ ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ഒരു പഴക്കൊല കെട്ടി തൂക്കിയിട്ടുണ്ടായത് പഴക്കൊലയിൽ നിന്ന് ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ജോലിക്ക് തുടങ്ങുകയാണ്. അങ്ങനെ സച്ചി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടെയുള്ളവരും ഭയങ്കര ധൃതിയിട്ട് പണിയെടുക്കുന്നു. ബീരാനിക്കാണ് ഒരു വാതിലിൻ്റെ മറവിൽ നിന്നും മടുത്തു. അദ്ദേഹത്തിനാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇവരെല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീരാനിക്ക ഇവനൊന്നും പോകുന്ന ലക്ഷണം ഇല്ല, ഇവൻ ഇലയും തുടച്ച് ശാപ്പാടും അടിച്ചിട്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത് എന്നും പറഞ്ഞ് ബീരാനിക്ക് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഇവിടെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു ബീരാനിക്ക് അവിടെ നിന്ന് ഓടി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ അവിടെ പോയി പേടിച്ച് സങ്കടപ്പെട്ട് നിൽക്കും. അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് ചെന്നു. സച്ചി അവിടെ മോളേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, സച്ചേട്ടൻ അവരെ ഒന്നും ചെയ്യത്തില്ല, അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് രേവതി അന്നേരം അച്ഛനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും, എന്നാലും ദേഷ്യം വന്നാൽ പിന്നെ അവൻ മുന്നും പിന്നും നോക്കാതെ അടിക്കും, അതാ മോളെ പ്രശ്നം. അപ്പം അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് രേവതി അന്നേരം പറഞ്ഞു. സച്ചേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന്. അല്ല അവനിപ്പോൾ എവിടെയാ ഉള്ളത്? അത് പിന്നെ കിച്ചണിലുണ്ടെന്ന് പറഞ്ഞു. ഓ കിച്ചണിലുണ്ടോ? അതേതായാലും കൊള്ളാം മോളെ, ഞാൻ അവിടെ പിടിച്ചുകൊണ്ട് ആക്കിയതാ അച്ഛാ, അവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേ കുറച്ച് സമയം ആ ടീമിൻ്റെ മുന്നിൽ പെടാതെ മാറി നിൽക്കട്ടെ അച്ഛാ എന്ന് പറയുമ്പം അതേതായാലും നന്നായെന്ന് പറഞ്ഞു അച്ഛൻ രേവതിയോട്. എന്നാലും ആ ടീം പുറത്തേക്ക് വിളിച്ചപ്പോൾ സച്ചേട്ടൻ പോയില്ലല്ലോ. സച്ചേട്ടൻ പേടിച്ച് എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെന്ന് ആ മണ്ടന്മാർ കരുതിക്കോളൂ എന്ന കാര്യം പറയാം. അവരുടെ ദേഷ്യമൊക്കെ തണുക്കുമെന്നേ. അപ്പം നീ കൊള്ളാലോടി മോളെ എന്ന് അച്ഛൻ രേവതിയോട്. അങ്ങനെ അച്ഛനും മോളും കൂടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പോയവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുന്നു. അവർ കയറി വന്നപ്പോൾ രേവതി ഇവരെ കണ്ടു. അപ്പോൾ അച്ഛൻ്റെ നേരെ വിളിച്ചിട്ട് അച്ഛൻ അതേ അവർ വീണ്ടും വന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതേ അച്ഛൻ നോക്കിയപ്പം അവർ വന്ന് ഇങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുന്നു. ആ സമയത്ത് അവനെ തന്നെ നോക്കി വന്നതാണെന്ന് പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ സച്ചേട്ടനെ തൽക്കാലം ഇവർ കാണില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് രേവതി. അച്ഛൻ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്ന് അച്ഛൻ അങ്ങ് പോയി. രേവതി അടുത്ത ആളെ നോക്കാനായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇവനെ കാണിക്കുന്ന ബീരാനിക്കാട്ടോ. ബീരാനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ പോയി വെയിറ്റ് ചെയ്യുവാണ്. ദൈവമേ എന്ത് ചെയ്യും ഇനി എങ്ങനെ ഞാൻ അങ്ങോട്ട് പോകും? ആകെ വിഷമമായി. എൻ്റെ പൊന്നു തമ്പുരാനെ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീരാനിക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ എന്തോ ഒരു ശബ്ദം. ദൈവമേ ഡോറിൽ ആരോ മുട്ടണം. അപ്പോൾ ആരാണ്ട് വരുന്നുണ്ടല്ലോ, ഈശ്വരന് ശ്രുതിയുടെ വീട്ടുകാരും എല്ലാം ആയിരിക്കുമോ? എന്നെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ വാഷ്റൂമിലും ആളുണ്ട്. പെട്ടെന്ന് ഓടി കട്ടിലിൻ്റെ അടിയിലേക്ക് കയറി. ആ വാഷ്റൂമിലുണ്ടായിരുന്ന നമ്മുടെ രേവതിയാണ്. അങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ കയറി കിടക്കുമ്പോഴത്തേക്കും രേവതി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഈശ്വര ഇവളോ? അയ്യോ എല്ലാം പൊളിയല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ബീരാനിക്ക് അവിടെ കിടന്ന് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി സാരിയൊക്കെ ഉടുത്ത് സെറ്റാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. പോയ രേവതി പിന്നെ വന്ന് ഫോൺ എടുക്കുക. നോക്കുമ്പോൾ ഫോൺ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി. അപ്പോൾ ഇത് ആരുടെ ഫോണാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഈ ഫോൺ ഇങ്ങനെ ആരോ മറന്നു വെച്ച ഫോണാണെന്നാണല്ലോ തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണും എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് രേവതി. ബീരാനിക്ക് ഇതെല്ലാം കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. രേവതിയാണെങ്കിൽ ഫോണും പിടിച്ചുകൊണ്ട് അയ്യോ എൻ്റെ ഫോൺ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര എൻ്റെ ഫോൺ പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക ഇങ്ങനെ നോക്കി. അപ്പോൾ എടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി എടുത്തേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബീരാനിക്കയുടെ ഫോണും കൊണ്ട് രേവതി പോയി കഴിഞ്ഞപ്പോൾ കിടക്കുന്നു, എല്ലാം കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഈശ്വര ഏതും വരത്തെ രേവതി അത് കൊണ്ടുപോയേക്കുന്നത്. ബീരാനിക്ക് ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ എൻ്റെ ഫോൺ ഞാൻ എങ്ങനെ മേടിക്കും? എൻ്റെ ഈശ്വര എൻ്റെ ജീവിതം അറക്കാൻ കൊണ്ടുപോകുന്ന ആളുകളെ പോലെ ആയിപ്പോയി ഞാനും ആ പെണ്ണും. ദൈവമേ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ആ ഫോണിപ്പം ഞാനിനി എങ്ങനെ വാങ്ങിച്ചെടുക്കും? എൻ്റെ ഈശ്വര അവളോട് ചോദിക്കാനും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കാം. ഏത് സമയത്താണാവോ എനിക്കിവിടെ വന്ന് വിളിക്കാൻ തോന്നിയത് ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് അവിടെ നിൽക്കും. സച്ചി അവിടെ ഇല തുടച്ചുകൊണ്ടും ഇരിക്കണം. അങ്ങനെ അടുക്കളയിൽ ധൃതിപ്പെട്ട എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹദേവാ
അരകങ്ങ് എടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ആൾ അത് സച്ചിയെ ഏൽപ്പിച്ചു. എടാ ഇല കുറച്ചത് മതി, ബക്കറ്റ് എടുത്ത് കഴുകി വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കൊണ്ട് ഓരോന്ന് പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നേരെ താലമണ്ടയാൻ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കസേര എടുത്തുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ രേവതി അതുവഴി വരുമ്പോൾ അതേ കിച്ചണിൽ ഭയങ്കര അലമ്പ്. അപ്പോൾ രേവതി എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് രേവതി സച്ചിയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ അവിടെ കൊണ്ട് നിർത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. വീട് രേവതി എന്നെ വീട്. അപ്പോഴത്തേക്കും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്? അവന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടാക്കിയത്. ഇവിടെ വന്നപ്പോൾ ഇവന്മാരുമായിട്ട് പ്രശ്നം. എന്താ സച്ചേട്ടാ ഇത്? നീ എന്തായാലും അങ്ങോട്ട് വന്നതെന്ന് സച്ചി എന്തായാലും ചോദിച്ചു. ഞാൻ ഈ ഫോൺ തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഗ്രീൻ റൂമിൽ ആരോ മറന്നു വെച്ചതാണെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ആളെ കണ്ടെത്തി ഒന്ന് ഏൽപ്പിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക് അതുവഴി വരുന്നു. ഞാനെങ്ങനെ ആളെ കണ്ടെത്താനാ? അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക. അപ്പോഴത്തേക്കും ബീരാനിക്ക് ഇവരെ കണ്ടു. അപ്പോൾ സച്ചിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നു. ദൈവമേ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞു ബീരാനിക്ക് ഇത് നോക്കിക്കൊണ്ട് നിൽക്കാം. നമുക്കേ ഇത് അശോകനങ്കലിനെ ഏൽപ്പിക്കാം, അതാ നല്ലത്. മറന്നു വെച്ച ആളെന്തായാലും അന്വേഷിച്ച് വരുമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നീ വാ, അപ്പം ഞാൻ ഫോൺ തന്നെ കൊടുത്തോളാം. സച്ചേട്ടൻ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു രേവതി. ഞാൻ വരാം, ഇവിടെ ഒന്നും ശരിയാവത്തില്ല. അവന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാൽ ഞാൻ ഒഴിഞ്ഞു മാറിക്കോളാം. ഇവിടെ നിന്ന് ഇവന്മാരെന്നെ പണിയെടുപ്പിച്ച് കൊല്ലും എൻ്റെ രേവതി. ആ ദേശത്തിൽ ചിലപ്പോൾ ഞാൻ ഇവന്മാരെ അങ്ങ് കൊല്ലും. നീ വന്നേ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം. അപ്പോഴത്തേക്കും ബീരാനിക്ക പിന്നാലെ ചെല്ലുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാം, ഫോൺ കിട്ടുമല്ലോ. അപ്പോഴേക്കും ശ്രുതി അവിടെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടെൻഷൻ അടിച്ച് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അതും ബീരാനിക്കയുടെ ഫോണിലേക്ക്. അപ്പോഴത്തേക്കും കോള് വരുന്നു. അപ്പോൾ കോള് വന്നപ്പോൾ കോള് വരുന്നുണ്ട്, നമുക്കിത് എടുക്കണമെന്ന് ചോദിച്ചു. എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ എടുത്ത് സംസാരിക്കുക സച്ചേട്ടാ എന്നാൽ ശ്രുതി. ഈ ഫോൺ ആരുടെയാണെന്ന് ചോദിക്കാനും പറഞ്ഞു. അപ്പോൾ സച്ചി ഫോൺ എടുത്തു. ഹലോ. അപ്പോൾ ബീരാനെ, ഞാൻ വണ്ടൂരിനുള്ള പ്രഭാകരനാ. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ട്, 50 കിലോ മട്ടൻ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബീരാനല്ല സച്ചിയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി മേളിൽ നിന്നിത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ബീരാൻ്റെ ഫോണിലേക്കാണല്ലോ വിളിച്ചത്. അത് പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഫോൺ തന്നെയാണ് ചേട്ടാ. ഒരു കല്യാണ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. അദ്ദേഹം ഫോൺ ഇവിടെ വെച്ച് മറന്നു വെച്ച് പോയതാ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ അറിയത്തുമില്ല. ഫോൺ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞു. ഇതൊക്കെ ശ്രുതി കേൾക്കുവാണ്. ബീരാനെ കല്യാണ ചക്കൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും കാണില്ല. അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുമല്ലോ. ശരി, നിങ്ങളെന്തായാലും നല്ല സമയത്താട്ടോ വിളിച്ചത്. ഞങ്ങളെന്തായാലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഫോൺ കൊടുക്കട്ടെ, നിങ്ങളെ പിന്നീട് വിളിച്ചോളാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ബീരാനിക്കെ തപ്പിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു ബീരാൻ എന്ന് പറഞ്ഞ ആളുടെ ഫോണത് മറന്നു വെച്ചിട്ട് പോയതാ, ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്തോ, ബീരാൻ കിച്ചണിലുണ്ട് എന്നാ ചേട്ടൻ പറഞ്ഞു. ഈശ്വരാ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവർ ബീരാനെ കാണും ഉറപ്പാ. അവിടുന്ന് മാറി നിൽക്കാൻ വിളിച്ചു പറയാനും പറ്റത്തില്ലല്ലോ. എൻ്റെ ദൈവമേ, ഫോൺ അവരുടെ കയ്യിലാണല്ലോ ഉള്ളത്. എല്ലാം അവസാനിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതമേ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ ബീരാനെ തപ്പി സച്ചിയൊക്കെ കിച്ചണിൽ ചെന്ന് ബീരാൻ ആരാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ബീരാനിക്ക് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ ശബ്ദം കേട്ട് വേഗം അദ്ദേഹം ഇങ്ങനെ മറഞ്ഞു നിന്നു അവിടെ. അപ്പം ബീരാനിക്ക് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാ ബീരാൻ. അപ്പോൾ ബീരാനെ തനിക്ക് അറിയത്തില്ലേ, ചെറുക്കൻ്റെ അമ്മാവനാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അതറിയാം, പക്ഷെ ആളെ എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അടുക്കളയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആണെന്ന് കരുതി. എന്താ അന്വേഷിച്ചേ? അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോണ് ഗ്രീൻ റൂമിലെടുത്ത് മറന്നു വെച്ചായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഈ ഫംഗ്ഷൻ അദ്ദേഹത്തിൻ്റെ തലയിലാണ്. ഓടിച്ചാടി നടന്ന് ഓരോന്നും ചെയ്യുകയാണെന്നും ഇവിടേക്ക് വരും. ഫോൺ ഞാൻ കൊടുത്തേക്കാവെന്ന് പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക സമാധാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. കൊടുത്തേക്കണേ ഫോൺ. കൊടുക്കാതിരിക്കുമോ, ഞാൻ കൊടുത്തോളാം എന്നാ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ അതും കൊടുത്ത് സച്ചിയും രേവതിയും കൂടെ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്കും കുമാരേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ബീരാനിക്ക് ഓടി വന്നു. തൻ്റെ ഫോണല്ലേ ഇത്, തൻ്റെ ഫോണുമായിട്ട് ഇപ്പോൾ സച്ചിയും ഒക്കെ തന്നിച്ച് പോയതേ ഉള്ളൂ. ഫോൺ എവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ ദിവ്യദൃഷ്ടി പൊക്കോ പോയി ജോലിയാ എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ഇങ്ങനെ നിൽക്കുവാണ്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് ബീരാനിക്ക് ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാം ബാക്കി വിശേഷങ്ങൾ. എല്ലാവർക്കും ടാറ്റാ.